എന്തുകൊണ്ടാണ് പെന്തക്കോസ്ത് സഭകൾ നിക്യ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാത്തത്? ഈ എത്തിച്ചേർന്നിരിക്കുന്ന സഭാപിതാക്കന്മാരിൽ നല്ലൊരു പങ്കും അംഗവൈകല്യമുള്ളവരായിരുന്നു. സത്യവിശ്വാസത്തിനു വേണ്ടി കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കൈകളോ കാലുകളോ ഒക്കെ നഷ്ടമായവർ, കണ്ണ് ചൂഴ്ന്നെടുക്കപ്പെട്ടവർ, ശരീരം ഭാഗികമായി പൊള്ളലേറ്റവർ, ദീർഘകാലം ഏകാന്ത തടവറകളിൽ കിടന്ന് പീഡിപ്പിക്കപ്പെട്ടവർ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ചൂടടയാളം ശരീരത്തിൽ വഹിക്കുന്ന ജീവിക്കുന്ന രക്തസാക്ഷികളായിരുന്നു അവിടെ എത്തിച്ചേർന്ന സഭാപിതാക്കന്മാരിൽ പലരും. കാലം AD 325 റോമൻ സാമ്രാജ്യത്തിൻ്റെ സുവർണ പതാകയ്ക്ക് കീഴിൽ ലോകമെങ്ങുമുള്ള ക്രിസ്തീയ സഭാപിതാക്കന്മാർ, സഭാ നേതാക്കൾ, ബിഷപ്പുമാരൊക്കെ തുർക്കിയിലെ നിക്യ എന്ന പട്ടണത്തിൽ ഒത്തുകൂടി. ഏതെങ്കിലും ഒരു സഭാ നേതാവ് ക്ഷണിച്ചിട്ടല്ല ഈ സഭാപിതാക്കന്മാർ അവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അല്പകാലം മുമ്പ് മാത്രം മതം മാറി സഭയിലേക്കെത്തിയ റോമൻ ചക്രവർത്തിയായ കുസ്തന്തീനോസ് എന്ന കോൺസ്റ്റന്റൈൻ ദ ഗ്രേറ്റ് ആണ് ഇവരെ എല്ലാവരെയും വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. വലിയൊരു ദൈവശാസ്ത്ര പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തുവാൻ വേണ്ടിയുള്ള സമ്മേളനമായിരുന്നു ഇത്. ആ സമ്മേളനത്തിൽ ഉരുത്തിരിഞ്ഞ വിശ്വാസ പ്രഖ്യാപനമാണ് കഴിഞ്ഞ 17 നൂറ്റാണ്ടുകളായി ക്രൈസ്തവ സഭയുടെ നിലനിൽപ്പിൻ്റെ അടിത്തറയായി മാറിയിരിക്കുന്നത്. നൈസീൻ ക്രീഡ് അഥവാ നിക്യ വിശ്വാസ പ്രമാണം എന്ന പേരിൽ സഭാചരിത്രത്തിൽ ഇതറിയപ്പെടുന്നു. ക്രൈസ്തവ സഭാചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സംഭവങ്ങളിലൊന്നാണ് നിക്യ സുന്നഹദോസ്. AD 325 മെയ് 20 മുതൽ ജൂൺ 10 വരെ റോമാ സാമ്രാജ്യത്തിലെ നിക്യ എന്ന പട്ടണത്തിൽ നടന്ന സുന്നഹദോസിൻ്റെ 1700-ാം വാർഷിക ദിനങ്ങളാണിപ്പോൾ. അതോടനുബന്ധിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് നിക്യ സുന്നഹദോസിൻ്റെ ചരിത്ര പശ്ചാത്തലം? എന്താണ് നിക്യ വിശ്വാസ പ്രമാണം? ക്രൈസ്തവ വിശ്വാസത്തിൽ നിക്യ വിശ്വാസ പ്രമാണത്തിന് എന്ത് പ്രാധാന്യമാണുള്ളത്? നിക്യ വിശ്വാസ പ്രമാണത്തിൻ്റെ കാലിക പ്രസക്തി എന്തൊക്കെയാണ്? നമുക്ക് പരിശോധിക്കാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയയുടെ ചാനൽ പതിവായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക. അത് ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. നമുക്ക് മടങ്ങി വരാം. നിക്യ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച്, നിക്യ സുന്നഹദോസിനെക്കുറിച്ച്, ചരിത്രത്തിൽ നിന്ന് അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞ് യേശുവിൻ്റെ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനു വേണ്ടി കാത്തിരുന്നു. പെന്തക്കോസ്ത് നാളിൽ അവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിച്ചു. അപ്പോസ്തലന്മാർ, പിന്നീട് പൗലോസ് ഒക്കെ ഏഷ്യ മൈനർ മുഴുവൻ സുവിശേഷം അറിയിച്ചു. പിന്നീട് യൂറോപ്പിലേക്ക് സുവിശേഷം എത്തിച്ചേർന്നു. റോമൻ ചക്രവർത്തിമാരുടെ കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയാണ് 3 നൂറ്റാണ്ടുകൾ സഭ മുന്നോട്ട് പോയത്. പീഡനങ്ങൾക്കിടയിലും ക്രിസ്തു സഭ റോമൻ സാമ്രാജ്യത്തിൻ്റെ എല്ലാ അതിരുകളിലേക്കും വ്യാപിച്ചു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകം മുഴുവൻ ക്രൈസ്തവ സഭ വ്യാപിച്ച കാലഘട്ടമായിരുന്നു ഈ 3 നൂറ്റാണ്ടുകൾ. 4-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ ചരിത്രം വളരെ പെട്ടെന്ന് മാറുകയാണ്. റോമ സാമ്രാജ്യത്തിൻ്റെ അധിപനായി യൂഗോസ്ലാവിയയിൽ ജനിച്ച കോൺസ്റ്റന്റൈൻ എത്തുന്നു. തൻ്റെ ചക്രവർത്തി പദം ഉറപ്പിക്കുന്നതിനു വേണ്ടി ചില യുദ്ധങ്ങൾ അദ്ദേഹത്തിന് നടത്തേണ്ടതായി വന്നു. അതിലേറ്റവും നിർണായകമായ യുദ്ധമായിരുന്നു മിൽവിയൻ ബ്രിഡ്ജ് യുദ്ധം. ഈ യുദ്ധം അദ്ദേഹത്തിന് ആശങ്കാജനകമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചു. അതിൻ്റേതായ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ദർശനം കണ്ടു, ഒരാകാശ ദർശനം. ഒരു പ്രകാശ വലയം ആകാശത്ത് അദ്ദേഹം കാണുകയാണ്. അതിനകത്തൊരു കുരിശടയാളമുണ്ട്. അതിനോട് ചേർന്നൊരു വാചകം കൂടെ ഉണ്ട്. ഇൻ ഹോക് സീഞ്ഞോ വിഞ്ചേസ് എന്നാണ് ആ പദങ്ങൾ. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഈ അടയാളത്തിൽ നീ വിജയിക്കും. ഓർക്കണം, ആ കാലഘട്ടം വരെ കുരിശെന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിൽ ഏറ്റവും നിന്ദാകരമായ വധത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്.
ഒരു ബഹുമാനവും ലഭിക്കാത്ത ഒരു വസ്തു. എന്നാൽ കോൺസ്റ്റന്റൈൻ ഈ ദർശനമുണ്ടായതോടുകൂടെ ക്രൈസ്തവരുടെ ദൈവമായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട ആ കുരിശിന് എന്തോ പ്രത്യേകതയുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ക്രിസ്തുസ് എന്ന ഗ്രീക്ക് പദത്തിലെ 2 അക്ഷരങ്ങൾക്ക് ചേർത്ത് കുരിശിൻ്റെ ആകൃതിയിലാക്കിയിട്ട് ആ ചിഹ്നം തൻ്റെ കൊടിയടയാളമാക്കി മാറ്റുന്നു. മാത്രവുമല്ല, പടയാളികളുടെ പരിചകളിലും ഇത് ആലേഖനം ചെയ്യുവാൻ കൽപ്പിക്കുന്നു. തുടർന്ന് നടന്ന മിൽവിയൻ ബ്രിഡ്ജ് യുദ്ധത്തിൽ കോൺസ്റ്റന്റൈൻ ജേതാവായി. ക്രിസ്തുവും കുരിശുമാണ് തനിക്ക് യുദ്ധം നൽകിയതെന്ന് വിശ്വസിച്ച് കോൺസ്റ്റന്റൈൻ വളരെ പെട്ടെന്ന് തന്നെ ക്രിസ്തുമതം സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു. റോമ സാമ്രാജ്യത്തിലുടനീളവും തൻ്റെ സൈന്യത്തിൽ പോലും ക്രിസ്തുവിശ്വാസം പ്രബലമായിരിക്കുന്നുവെന്ന് അദ്ദേഹം ആ കാലത്തിനിടയിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ചക്രവർത്തിയുടെ വളരെ ബുദ്ധിപൂർവമായ ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു ഇതെന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം മാനസാന്തരപ്പെട്ട ക്രിസ്ത്യാനിയാകുന്നതിനും പകരം അദ്ദേഹം സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ മതം മാറി ക്രിസ്ത്യാനിയാകുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിന് കാര്യമായ മാറ്റമുണ്ടായോ എന്ന് നമുക്കറിയത്തില്ല. AD 313 ഫെബ്രുവരിയിൽ ചരിത്രപ്രസിദ്ധമായ മിലാൻ വിളംബരത്തിലൂടെ ക്രൈസ്തവ സഭയെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമാക്കി അദ്ദേഹം മാറ്റി. 3 നൂറ്റാണ്ട് നീണ്ട അതിക്രൂരമായ മതപീഡനം അതോടുകൂടി അവസാനിച്ചു. അതുവരെ രഹസ്യ സങ്കേതങ്ങളിൽ ആരാധിച്ചിരുന്ന ക്രൈസ്തവർ തങ്ങളുടെ ഒളിവിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നു. മാത്രവുമല്ല, സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം അവർ അനുഭവിക്കുവാൻ തുടങ്ങി. ക്രിസ്ത്യാനിയായി മാറിയ ചക്രവർത്തിയുടെ മതത്തിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുവാൻ തുടങ്ങി. ഈ കാലം വരെ സഭയ്ക്ക് വ്യവസ്ഥാപിതമായ ദേവാലയങ്ങളോ സമ്പത്തോ കെട്ടുറപ്പോ സംഘടനാ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുതിയ നിയമ പുസ്തകങ്ങൾ പോലും ഏതൊക്കെയാണെന്ന് ക്രോഡീകരിക്കപ്പെട്ടിരുന്നില്ല ആ കാലം വരെ. വിശ്വാസപരമായാണെങ്കിലും ക്രൈസ്തവർക്കിടയിൽ പല സ്ഥലങ്ങളിൽ രഹസ്യമായി ഒക്കെ വിശ്വാസം നിലനിർത്തിക്കൊണ്ടിരുന്ന ക്രൈസ്തവർക്കിടയിൽ എല്ലാ വിശ്വാസപരമായ വിഷയങ്ങളിലും ഒരു ഏകരൂപ്യം പോലും ഉണ്ടായിരുന്നില്ല. സഭാപിതാക്കന്മാർ അവർക്ക് ലഭിച്ച പ്രത്യേകമായ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് അപ്പോസ്തലന്മാരിലൂടെയും പിതാക്കന്മാരിലൂടെയും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പുസ്തകങ്ങളിലൂടെ തങ്ങൾ മനസ്സിലാക്കിയ ദൈവിക ആലോചന പ്രകാരം അവർ സഭയെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ പോകുന്ന ഈ കാലഘട്ടത്തിൽ സഭാപിതാക്കന്മാർക്ക് അല്ലെ ബിഷപ്പുമാർക്ക് പ്രത്യേക ഡ്രസ് കോഡോ പൗരോഹിത്യത്തിൻ്റെ ആടയാഭരണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സഭയെന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ ഒരു കൂട്ടവും കൂട്ടായ്മയും മാത്രമായിരുന്നു. എന്നാൽ റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതം എന്ന പദവി ലഭിച്ചതോടെ ഓരോ മേഖലയിലും സഭ വളരെ പെട്ടെന്ന് വളരുവാൻ തുടങ്ങി. ആൾബലമായി ആഡംബര ദേവാലയങ്ങൾ നിർമ്മിക്കപ്പെട്ടു. സഭയുടെ നടത്തിപ്പുകാർക്ക് പൗരോഹിത്യപരമായ പദവികൾ ലഭിച്ചു. വിശ്വാസികളെയെല്ലാം രാജകീയ പുരോഹിത വർഗമായി കരുതിയിരുന്ന ഒരു സഭാ സമൂഹത്തിനിടയിൽ പൗരോഹിത്യത്തിൻ്റെ അധികാര ശ്രേണികൾ ഉരുത്തിരിഞ്ഞു വന്നു. അൽമായർ എന്ന പേരിൽ വിശ്വാസികൾ വേർതിരിക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെ സഭ മുന്നോട്ട് പോയ ഈ സാഹചര്യത്തിൽ മറ്റൊരു വലിയ പ്രശ്നത്തിലേക്ക് ഇവർ ചെന്നെത്തുകയായിരുന്നു. സഭയിൽ അടിസ്ഥാനപരമായ ചില വിഷയങ്ങളിൽ സഭാപിതാക്കന്മാർ തമ്മിൽ കടുത്ത ഭിന്നതകൾ ഉണ്ടെന്ന് പൊതുലോകത്തിന് മനസ്സിലായി. പ്രത്യേകിച്ച് ചക്രവർത്തിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് ഇതിലൊന്നും വലിയ വിശ്വാസമോ കാര്യങ്ങളോ ഇല്ലെങ്കിലും ക്രൈസ്തവ സഭ ഒന്നിച്ചു നിൽക്കേണ്ടതും ഒരേ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതും ആവശ്യമാണെന്ന് കുസ്തന്തീനോസിന് തോന്നി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രബലമായ തർക്കവിഷയം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം സംബന്ധിച്ചുള്ളതായിരുന്നു. അലക്സാണ്ട്രിയയിലെ ബിഷപ്പായിരുന്ന അലക്സാണ്ടറും സഭാമൂപ്പനും പണ്ഡിതനുമായിരുന്ന അരിയൂസുമായി നടന്ന വാദപ്രതിവാദങ്ങളാണ് സഭയെ കലുഷിതമാക്കിയത്. യേശുക്രിസ്തു പിതാവാം ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമാണ്. അതിനാൽ തന്നെ പിതാവാം ദൈവത്തിന് സമനല്ല, നിത്യനല്ല. സകലത്തിനും മുമ്പായി സൃഷ്ടിക്കപ്പെട്ടവനാണെങ്കിലും
പുത്രനില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇതാണ് പ്രധാനമായി അരിയൂസ് ഉയർത്തിയ വാദം. എന്ന് പറഞ്ഞാൽ ചുരുക്കി ഇങ്ങനെ പറയാം, ക്രിസ്തുവിനെ ഒരു കുട്ടി ദൈവമാക്കി അരിയൂസ് മാറ്റി. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവസങ്കല്പത്തെ നിഷേധിക്കുന്ന നിലപാടായിരുന്നു അരിയൂസിൻ്റേത്. ഇദ്ദേഹം വലിയ പണ്ഡിതനും വാഗ്മിയും ലളിതമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിവുള്ള വ്യക്തിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ അസാധാരണമായ കഴിവുകൊണ്ട് അദ്ദേഹത്തിന് ധാരാളം അനുയായികളെ ലഭിച്ച ഒരു കാലഘട്ടവുമായിരുന്നു അത്. എന്നാൽ തൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് തൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി സഭയെ ഒരു രാജകീയ പ്രൗഢിക്കനുസരിച്ച് മാറ്റിയെടുക്കുവാൻ ആഗ്രഹിച്ച കോൺസ്റ്റന്റൈനെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്കകത്ത് ഉയർന്നു വരുന്ന ഇത്തരം ഭിന്നതകൾ തൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കുവാനും തൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് സഭയെ കൊണ്ടുപോകുവാനും ബുദ്ധിമുട്ടാക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ആദ്യം ശ്രമിച്ചത് ഈ അരിയൂസിനെയും ബിഷപ്പ് അലക്സാണ്ടറെയും കൂട്ടി ഈ കാര്യമൊന്ന് പറഞ്ഞു തീർക്കുവാനാണ്. ആ ശ്രമത്തിൽ പക്ഷേ ചക്രവർത്തി പരാജയപ്പെട്ടു പോയി. അങ്ങനെ ഈ ദൈവശാസ്ത്ര തർക്കത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെങ്കിൽ വിശാലമായൊരു സമ്മേളനം സഭാ നേതാക്കളുടേത് വിളിച്ചു കൂട്ടണമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ തുർക്കിയിലെ നിഖ്യ എന്ന് പറയുന്ന പട്ടണത്തിൽ വിശാലമായൊരു സുന്നഹദോസ് എന്ന് പറഞ്ഞാൽ സഭാ കൗൺസിൽ വിളിച്ചുകൂട്ടി. ഈ സ്ഥലം ഇപ്പോൾ ഇസ്നിക് എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നവിടെ പള്ളിയൊന്നുമില്ല. സുന്നഹദോസ് നടന്ന ആ കെട്ടിടം പോലും അവിടെയില്ല. കാരണം പിൽക്കാലത്തുണ്ടായ ഒരു കടൽക്ഷോഭത്തിൽ ആ കെട്ടിടം തകർന്നുപോയി. ആ പ്രദേശത്ത് ഇപ്പോൾ ഒരു തടാകമാണുള്ളത്. എന്നാൽ പഴയ കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ അവിടെ സംരക്ഷിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. മരിപ്പച്ച ടീം കഴിഞ്ഞ വർഷം തുർക്കിയിൽ സന്ദർശനം നടത്തിയപ്പോൾ എടുത്ത വീഡിയോയിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമായി 318 ബിഷപ്പുമാർ, സഭാപിതാക്കന്മാർ ചക്രവർത്തിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് എത്തിച്ചേർന്നു. ഇത് പറയുമ്പോൾ ഓർക്കണം, ചക്രവർത്തിയാണ് ഇവരെ ക്ഷണിച്ചിരിക്കുന്നത്. രാജകീയമായ പ്രൗഢിയോടെ ആഡംബരപൂർണമായ സ്വീകരണമാണ് ഈ സഭാപിതാക്കന്മാർക്ക് അവിടെ ലഭിച്ചത്. പക്ഷേ ഈ എത്തിച്ചേർന്നിരിക്കുന്ന സഭാപിതാക്കന്മാരിൽ നല്ലൊരു പങ്കും അംഗവൈകല്യമുള്ളവരായിരുന്നു. സത്യവിശ്വാസത്തിനു വേണ്ടി കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കൈകളോ കാലുകളോ ഒക്കെ നഷ്ടമായവർ, കണ്ണ് ചൂഴ്ന്നെടുക്കപ്പെട്ടവർ, ശരീരം ഭാഗികമായി പൊള്ളലേറ്റവർ, ദീർഘകാലം ഏകാന്ത തടവറകളിൽ കിടന്ന് പീഡിപ്പിക്കപ്പെട്ടവർ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ചൂടടയാളം ശരീരത്തിൽ വഹിക്കുന്ന ജീവിക്കുന്ന രക്തസാക്ഷികളായിരുന്നു അവിടെ എത്തിച്ചേർന്ന സഭാപിതാക്കന്മാരിൽ പലരും. അന്നത്തെ സഭയുടെ ഒരു പരിച്ഛേദം തന്നെ അവിടെ എത്തിച്ചേർന്നു. ഈ സുന്നഹദോസിൽ ഇന്ത്യയിൽ നിന്നൊരു പ്രതിനിധി ഉണ്ടായിരുന്നു, ബിഷപ്പ് ജോൺ. അത് സംബന്ധിച്ച് പല തർക്കങ്ങളുണ്ട്. എങ്കിലും നമുക്കും അഭിമാനത്തോടെ ഓർക്കാം, ലോകത്തിൻ്റെ ഗതിയെ മാറ്റി നിർണയിച്ച ക്രൈസ്തവ സഭയുടെ അടിത്തറ എന്ന് തന്നെ പറയാവുന്ന നിർണായകമായ ഒരു സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്നും ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു. ഈ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഒരു ദൈവശാസ്ത്രജ്ഞനൊന്നും ആയിരുന്നില്ല. എന്തിനേറെ പറയുന്നു, അദ്ദേഹം അന്ന് വരെ സ്നാനപ്പെട്ടിട്ട് പോലുമില്ല. ക്രിസ്തു മതത്തിലേക്ക് അദ്ദേഹം പരിവർത്തനം ചെയ്തെങ്കിലും അദ്ദേഹം സ്നാനം സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹമാണിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, വിശാലമായ ഒരു സുന്നഹദോസ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. കാരണം വളർച്ച പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന, ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രസക്തി അദ്ദേഹം മനസ്സിലാക്കി, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി. തൻ്റെ സാമ്രാജ്യത്തിൽ തനിക്ക് സമാധാനപൂർണമായി മുന്നോട്ട് പോകുവാൻ ക്രൈസ്തവരെ കൂടെ നിർത്തേണ്ടത് ആവശ്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അദ്ദേഹം അതിനു വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഒരുക്കുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ സുന്നഹദോസിൽ കുസ്തന്തീനോസ് ചക്രവർത്തി അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ പലപ്പോഴും സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുക വരെ ചെയ്തു. ഈ കൗൺസിലിൽ മാത്രമായിരുന്നില്ല, അത് ഉയർന്ന തലത്തിൽ സഭയും ഭരണകൂടവും പരസ്പരം ഇഴചേർന്ന് വരുന്നതിൻ്റെ ഒരു തുടക്കമായിരുന്നു.
പിൽക്കാല സഭാചരിത്രത്തെ മുഴുവൻ ഗതി തിരിച്ചുവിട്ട ഒരു സമ്മേളനമായിരുന്നു നിക്യ സുന്നഹദോസ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഇനി എന്താണ് സുന്നഹദോസിൽ നടന്നത് എന്ന് പരിശോധിക്കാം. സംവാദങ്ങൾ അതിതീവ്രമായിരുന്നു. അരിയൂസും അദ്ദേഹത്തിൻ്റെ അനുയായികളും അതിശക്തമായി തങ്ങളുടെ ആശയങ്ങൾക്ക് വേണ്ടി വാദിച്ചു. അവരവതരിപ്പിക്കുന്നത് വളരെ വിദഗ്ധമായ നിലയിലായിരുന്നതുകൊണ്ട് വളരെയധികം ബിഷപ്പുമാർ അവരോട് ചേർന്ന് നിൽക്കുവാനും ആഗ്രഹിച്ചു. എതിർഭാഗത്ത് അത്തനാസിയസ് എന്ന യുവ അലക്സാണ്ട്രിയൻ ഡീക്കനാണ് എതിർവാദങ്ങൾ ശക്തമായി അവതരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്. ക്രിസ്തു യഥാർത്ഥത്തിൽ ദൈവമല്ലെങ്കിൽ അവന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുകയില്ലെന്ന് അപ്പോസ്തോലിക പിതാക്കന്മാരുടെ എഴുത്തുകളെയും തിരുവെഴുത്തിനെയും അടിസ്ഥാനമാക്കി അത്തനാസിയോസ് സ്ഥാപിക്കുവാൻ ശ്രമിച്ചു. ഈ വാദങ്ങൾ ദിവസങ്ങളോളം നീണ്ടുനിന്നു. സംവാദങ്ങൾക്കൊടുവിൽ അരിയൂസ് പക്ഷത്തിൻ്റെ വാദങ്ങൾ തള്ളിക്കൊണ്ട് പുത്രനായ ക്രിസ്തു സാരാംശത്തിൽ പിതാവാം ദൈവത്തിന് തുല്യനാണെന്ന് അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ രൂപപ്പെട്ട വിശ്വാസ പ്രഖ്യാപനമാണ് നിക്യ വിശ്വാസ പ്രമാണം എന്ന പേരിൽ സഭാചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഈ വിശ്വാസ പ്രമാണം ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സഭകൾ അവരുടെ ആരാധനകളുടെ ഭാഗമായി ഇന്നും ഏറ്റുചൊല്ലുന്നതാണ്. കേരളത്തിലെ സുറിയാനി ക്രൈസ്തവ സഭകളിൽ ഈ വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ട്. അന്ന് AD 325 രൂപപ്പെട്ട ആ വിശ്വാസ പ്രമാണത്തിന് പിന്നീട് നടന്ന സഭാ കൗൺസിലുകളിലൂടെ സുന്നഹദോസുകളിലൂടെ ചെറിയ ചില മാറ്റങ്ങൾ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാത്രവുമല്ല, ഓരോ സഭകളും അവരുടെ വിശ്വാസങ്ങൾക്ക് ചേർന്ന് പോകത്തക്ക നിലയിൽ ചെറിയ പരിഷ്കാരങ്ങൾ അതിനകത്ത് വരുത്തിയിട്ടുണ്ട്. എങ്കിലും ലോകമെങ്ങുമുള്ള കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭകൾ, പ്രൊട്ടസ്റ്റൻ്റ് സഭകളൊക്കെ ഈ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുന്നു. ലോകമെങ്ങുമുള്ള ക്രൈസ്തവരെ ഒരേ നൂലിഴയിൽ കോർക്കുന്നത് ഈ നിക്യ വിശ്വാസ പ്രമാണമാണെന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഇനി എന്താണ് ഈ വിശ്വാസ പ്രമാണം? സാധാരണ സുറിയാനി സഭകളിൽ ചൊല്ലുന്നത് പോലെ അത് ചൊല്ലുവാൻ എനിക്കറിയത്തില്ല. എങ്കിലും ഞാനത് വായിച്ച് കേൾപ്പിക്കാം. സർവശക്തനായ പിതാവായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടിതാവുമായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ കന്യാമറിയാമിൽ നിന്നും ജഡമെടുത്ത് മനുഷ്യനായി പൊന്തിയൂസ് പീലാത്തോസിൻ്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുഹിതപ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ തൻ്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്നവനുമായ യേശുമിശിഹ ആയ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ഇതാണ് വിശ്വാസ പ്രമാണം. ഈ വിശ്വാസ പ്രമാണത്തിൽ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഓരോ സഭകളും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ചെറിയ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഈ കാര്യങ്ങൾ നിക്യ വിശ്വാസ പ്രമാണം എന്ന പേരിൽ അറിയപ്പെടുന്നു. അന്ന് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനെതിരെ വാദമുയർത്തിയ അരിയൂസും സഹപ്രവർത്തകരും ദുരുപദേശം ആരോപിക്കപ്പെട്ട് പുറത്താക്കപ്പെടുകയും ശപിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. എന്നാൽ കഥ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. അരിയൂസിനെ അന്ന് നാട് കടത്തിയെങ്കിലും അദ്ദേഹം പിന്നീട് മടങ്ങി വന്നു, അംഗീകരിക്കപ്പെട്ടു.
സാമ്രാജ്യത്വങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ ബിഷപ്പുമാർ പരസ്പരം ചേരിമാറുന്ന കാഴ്ച പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. കോൺസ്റ്റന്റൈൻ പോലും തൻ്റെ ജീവിതാവസാന കാലഘട്ടത്തിൽ ഒരു അരിയൂസ് ബിഷപ്പിനാൽ സ്നാനപ്പെട്ടു എന്നുള്ളതും ചരിത്രം. നൂറ്റാണ്ടുകൾ നീണ്ട വിശ്വാസ പോരാട്ടത്തിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു നിക്യാ സുനഹദോസ്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും 1700 വർഷങ്ങൾക്കിപ്പുറവും ഇന്നും ലോകമെമ്പാടുമുള്ള മെയിൻ സ്ട്രീം ക്രൈസ്തവ സഭകൾ എല്ലാ ഞായറാഴ്ചകളിലും ഈ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുന്നു, പാരായണം ചെല്ലുന്നു. 17 നൂറ്റാണ്ടുകളായി വിവിധ സംസ്കാരങ്ങളിലും വിഭാഗങ്ങളിലും വർണ്ണങ്ങളിലും ഒക്കെപ്പെട്ട ക്രൈസ്തവരെ ചേർത്ത് ബന്ധിക്കുന്ന ഒരു നൂലിഴയായി ഇന്നും നിക്യാ വിശ്വാസ പ്രമാണം നിലകൊള്ളുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ചരിത്രത്തിൽ നിന്ന് നിക്യാ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ലഭിക്കത്തക്ക നിലയിൽ പറയുവാനാണ് ശ്രമിച്ചത്. എന്നാൽ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് പെന്തക്കോസ്ത് സഭകൾ നിക്യാ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാത്തത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനുള്ള ശ്രമമാണ് എൻ്റെ അടുത്ത വീഡിയോയിൽ. കാത്തിരിക്കുക.